കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇയാൾ കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് പോർണോഗ്രാഫിന്റെ ഇൻട്രസ്റ്റ് കൂടുന്നത്. അതുകൊണ്ടാണ് ഈ അവരുടെ കൂടെ പഠിക്കുന്ന ഈ പെൺകുട്ടികളുടെതിരായിട്ട് ഈ സെക്സ്വലി ലൈംഗികമായ ഈ പ്രശ്നങ്ങൾ കൂടുതൽ അവർ ഇതിനകത്ത് മൊബൈലിൽ കണ്ടിട്ടാണ് അതെല്ലാം ആവർത്തിക്കാൻ അവരും ശ്രമിക്കുന്നത്. ഈ പഠന കാര്യങ്ങൾക്ക് ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാമെങ്കിലും രാത്രി ഒരു വൈകി ഇത് ഉപയോഗിക്കാൻ അനുവദിക്കാൻ കാര്യങ്ങൾ അമ്മമാർ ചെയ്താലും അത് വലിയ ഗുണമുണ്ടാവും. ഒന്ന് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇവിടെ യാതൊരു വിഷാദം അത് ആരും ഉപയോഗിക്കാൻ പാടില്ല. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ കിടക്കാൻ പോവുകയാണെങ്കിൽ മൊബൈൽ പുറത്ത് വയ്ക്കുന്നത് ഇത് മാത്രം ചെയ്താലും ഗുണമുണ്ടാവുമോ. പക്ഷെ നമ്മുടെ കഷ്ടം വന്ന വിചാരം വന്നത് ഇപ്പൊ പുതിയ ഒരു സർവേ വന്നു. അത് കേട്ടാൽ നമ്മളെല്ലാം ചിരിച്ചു പോകുന്നു. അതായത് അവർ പറയുന്നത് നമ്മൾ ജനിച്ചു വളർന്ന വർഷങ്ങൾ 1960 ശേഷം ജനിച്ച പാരൻസ് നമ്മളെല്ലാം അതിന് 1960 മുതൽ 1990 വരെ ജനിച്ച ആളുകൾക്ക് കുട്ടികളാണ് ഇപ്പോ. ഈ പാരൻസിന്റെ ഒരു നമ്മുടെ ഇത് ഒരു ബേബി ബൂമിങ് ജനറേഷൻ എന്ന ആളുകളാണ് നമ്മളെല്ലാം. പിന്നെ ഇപ്പൊ ഇരിക്കുന്ന ഈ കുട്ടികൾ എന്ന് പറയുന്നത് വെച്ചാൽ അപ്പോ ആരാണ് കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് ഒരു സർവേ ലോകത്തിൽ നടന്നു. അതായത് ബിറ്റ്വീൻ 1960 1990 ഇടയ്ക്കും വന്നുള്ള പാരൻസും പിന്നെ 1990 ശേഷം ജനിച്ചത് 2005 2010 വരെയുള്ള ജനിച്ച കുട്ടികൾ തമ്മിൽ നോക്കുമ്പോൾ ആ പാവങ്ങളെക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മളാണെന്ന് പത്രത്തിൽ വായിച്ച കുട്ടികളെക്കാൾ. There is a big survey on that.